5.6 കിലോമീറ്റർ 9 മിനിറ്റ് ഈ സ്പീഡിൽ പോയി. 1:44 നമ്മളെത്തോടെ. വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫുഡ് വ്ലോഗുമായിട്ടാണ്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാലരാമപുരത്തെ ബിസ്മി റെസ്റ്റോറൻ്റ് ആണ്. മട്ടൺ ഡിഷിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. നല്ല സൂപ്പർ ഫുഡാണ്. നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് നാൾക്ക് മുമ്പാണ് നമ്മളിത് കഴിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പാർക്കിങ്ങിന് സൗകര്യമില്ല. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈഡേ ആണ് ചെല്ലുന്നത്. അപ്പം ഒരുപാട് സ്പെഷ്യലൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് ഫ്രൈഡേ കഴിവതും പോകാതിരിക്കുക. ഇവൻ നമ്മൾ ചെന്നപ്പോഴത്തേക്കിന് ഏകദേശം 1:30 ആയിരുന്നെങ്കിൽ പോലും ബിരിയാണി പോലും തീർന്നു പോയായിരുന്നു. അതായത് ദം ബിരിയാണി വരെ തീർന്നു പോയായിരുന്നു. അപ്പോൾ ഫ്രൈഡേ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫ്രൈഡേ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിനകത്തോട്ടൊക്കെ കയറി. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ഡിഷ് മട്ടൻ വിഭവങ്ങളെല്ലാം അവിടെ തന്നെയാണ് അതിനുള്ള ഇറച്ചിയെല്ലാം വെട്ടിയെടുക്കുന്നത്. ഇവിടുത്തെ ആവശ്യത്തിനുള്ള മട്ടനൊക്കെ ഇവിടെ തന്നെ അങ്ങ് ചെയ്യുവാണ്. ഇവിടെ തന്നെ വെട്ടി അപ്പം എടുക്കും. അതോടൊപ്പം തന്നെ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുണ്ട്, ഇതൊരു 10 കിലോ വരെ ഒരുമിച്ച് കുഴയ്ക്കാൻ പറ്റുന്ന മെഷീനാണിത്. ഇതിൻ്റെ വലുതുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ പൊറോട്ട തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ കുഴച്ച് കൊടുത്തോണ്ടേയിരിക്കും. അങ്ങനെ കണക്കൊന്നുമില്ല, എത്ര വരെ പോകുമെന്നൊന്നും ഒരു ഐഡിയ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഇത് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന പൊറോട്ടയുടെ മാവ് ഒരു സൈഡിൽ ബോളാക്കി ഇങ്ങനെ റോൾ ചെയ്ത് ഓരോ പാത്രത്തിൽ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യത്തിനനുസരിച്ച് ആൾക്കാർ വരുന്നതിനനുസരിച്ച് അവരിങ്ങനെ ചുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സൈഡിൽ നടക്കുന്നതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ്. ഫ്രൈഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1:30 ആയപ്പോൾ തന്നെ ബിരിയാണി എല്ലാം തീർന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വാഴയിലയൊക്കെ നിരത്തി ഇലയിലാണ് അവിടെ ഫുഡെല്ലാം കൊടുക്കുന്നത്. അത് നമ്മൾ നാട്ടിൻ പുറത്ത് ചെന്ന് കഴിക്കുന്ന ഒരു പ്രതീതിയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ബാലരാമപുരം ബിസ്മി ഹോട്ടലിലാണ്. നമ്മളിന്നിപ്പം ഉച്ചയ്ക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ സ്പെഷ്യലുകൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ മട്ടൻ പെരട്ട്, മട്ടൻ കറി. വൈകുന്നേരങ്ങളിൽ എന്താ ഉള്ളത്? നല്ല അപ്പം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ബിരിയാണിയും മീൽസും പിന്നെ ഈ മട്ടൻ കരുത്തും പിന്നെ ചിക്കൻ്റെ ഫ്രൈകളൊക്കെ ഉള്ളു. കുഞ്ഞ് വേണ്ട പൊറോട്ട, പിന്നെ അരിപ്പത്തിരി. അങ്ങനെ നമുക്ക് നല്ല ചൂട് അരിപ്പത്തിരിയും ചൂട് പൊറോട്ടയും കിട്ടി. അതേപോലെ മട്ടൻ കറിയും റോസ്റ്റും പെരട്ടും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇതൊക്കെ ഉള്ളൂ. വൈകുന്നേരം വന്നാൽ നെല്ലി സൂപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതിപ്പോൾ ബിരിയാണി തീർന്നിരുന്നു. സോഫ്റ്റ് കുഞ്ഞ് പൊറോട്ടയാണ് എടുത്തത്. ഇത് ക്യൂട്ടല്ലേ? അപ്പം നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കുറച്ച് മട്ടൻ പെരട്ടിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഒരു മുക്കി സൂപ്പർ സൂപ്പറാണോ കാപ്പി? നൈസ് അരിപ്പത്തിരി. നമുക്ക് അതിനകത്ത് വെച്ചിട്ട് മട്ടൻ കറി ഒഴിക്കാം. സോഫ്റ്റ് മീറ്റാണ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തീർന്നായിരുന്നു. പിന്നെ അവർ ഗീ റൈസും നെയ്ച്ചോറും പിന്നെ ഈ മട്ടൻ്റെ കറിയും കൂടെ ആണെന്ന് തോന്നുന്നു മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് തന്നത്. ദമ്മല്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡേ കഴിവതും നമ്മൾ വിസിറ്റ് ചെയ്യാതിരിക്കുക.
തിരക്ക് ഭയങ്കര തിരക്കാണ്. അത് കാരണം നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല. നല്ലി പോലുള്ള വിഭവങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ വരണം. അപ്പോൾ നമ്മുടെ ബിസ്മി റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.